ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ രാജ്യത്ത് സാധാരണയിലും കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലാനീന പ്രതിഭാസത്തിന് വിവിധ പ്രദേശങ്ങളിൽ മഴ വർദ്ധിപ്പിക്കാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും അതുപോലെ മലയോര പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിലിനും സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് അറിയിപ്പ്. ഇന്ത്യയിലെ മൺസൂണിന്റെ രണ്ടാം പകുതി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ലാനീന കാലാവസ്ഥാ പ്രതിഭാസത്തെ കാലാവസ്ഥാ നിരീക്ഷകർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ലാനീന എന്നത് സെൻട്രൽ പസഫിക് സമുദ്രത്തിലെയും ഈസ്റ്റ് സെൻട്രൽ ഇക്വട്ടോറിയൽ പസഫിക് സമുദ്രത്തിലെയും സമുദ്രോപരിതല താപനിലയുടെ കാലാനുസൃതമായ തണുപ്പിന്റെ ഒരു സവിശേഷതയാണ്. ഭൂമിയുടെ വെസ്റ്റ് ഈസ്റ്റ് റൊട്ടേഷൻ ഭൂമധ്യരേഖയുടെ അതായത് ഇക്വേറ്ററിന്റെ വടക്കും തെക്കും 30 ഡിഗ്രിക്ക് ഇടയിൽ വീശുന്ന എല്ലാ കാറ്റുകളുടെയും പാതയിൽ ഒരു ചെരിവുണ്ടാക്കുന്നു. തൽഫലമായി ഈ പ്രദേശത്തെ കാറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്കും മാറുകയാണ്. ഇത് കൊറിയോളിസ് ഇഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കൊറിയോളിസ് ഇഫക്റ്റിന്റെ ഫലമായി ഈ വലയത്തിലെ ട്രേഡ് വിൻഡ്സ് അതായത് ഭൂമധ്യരേഖയിലൂടെ പടിഞ്ഞാറോട്ട് വീശുന്ന ഈ ട്രേഡ് വിൻഡ്സ് തെക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് നീങ്ങുന്നു. കാറ്റിന്റെ ഈ ചലനം സമുദ്രോപരിതലത്തിന് താഴെയുള്ള തണുത്ത ജലം ചൂടുള്ള ഉപരിതല ജലത്തിന് പകരമായി ഉയർത്തുന്നു. ഒരു ലാനിന സമയത്ത് ശക്തമായ ട്രേഡ് വിൻഡ് ഏഷ്യയിലേക്ക് ചൂടുവെള്ളത്തെ തള്ളുകയും തെക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ഉപരിതലത്തേക്ക് തണുത്ത പോഷക സമ്പുഷ്ടമായ ജലം ഉയർത്തുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ദുർബലമായ ട്രേഡ് വിൻഡ്സ് മധ്യ കിഴക്കൻ പസഫിക്കിൽ ചൂടുവെള്ളം നിലനിൽക്കാൻ അനുവദിക്കുമ്പോഴാണ് എൽ നീനോ എന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. ഇത് ജലം ഉയരുന്നത് തടയുകയും സമുദ്രോപരിതലത്തിലെ താപനില സാധാരണയേക്കാൾ ചൂടാക്കുകയും ചെയ്യുന്നു. ലാനീന നിരവധി മാസങ്ങൾ മുതൽ 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അവ ആഗോള കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഈ സ്വാധീനം ചില പ്രദേശങ്ങളിൽ ശരാശരിക്ക് മുകളിലുള്ള മഴയ്ക്കും മറ്റു പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും കാരണമാകും. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് 2024 ജൂലൈയിൽ ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചു. ഇത് കാർഷിക പ്രവർത്തനങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു. എന്നാൽ മൺസൂൺ സീസണിന്റെ രണ്ടാം പകുതിയിൽ ശരാശരിയുടെ 106% മഴ പ്രവചിക്കപ്പെടുന്നുണ്ട്. സെപ്റ്റംബറിൽ ലാനീന സൃഷ്ടിക്കുന്ന മഴ നഗരങ്ങളുടെയും മറ്റു താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തിനും അതുപോലെ മലയോര പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിലിനുമൊക്കെ കാരണമായേക്കാം എന്നാണ് പറയുന്നത്. ഈ കണക്കും ഇതിലെ മുന്നറിയിപ്പും തികച്ചും ഭയപ്പെടുത്തുന്നതാണ്. ഇന്റേണൽ ഡിസ്പ്ലേസ്മെന്റ് മോണിറ്ററിംഗ് സെന്റർ പ്രസിദ്ധീകരിച്ച 2023 ഇന്റേണൽ ഡിസ്പ്ലേസ്മെന്റ് ആഗോള റിപ്പോർട്ട് പ്രകാരം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ കാരണം 88 രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമായി 2022 ഡിസംബറോടെ 87 ലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. അതുപോലെ 3 വർഷമായി നീണ്ടുനിന്ന ലാനീന സംഭവമാണ് ദുരന്തങ്ങളുടെ ഈ കുതിപ്പിന് കാരണമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 2022 പാകിസ്ഥാനിലുണ്ടായ വിനാശകരമായ വെള്ളപ്പൊക്കത്തിന് പിന്നിൽ ലാനീന എന്ന പ്രതിഭാസമായിരുന്നു. ഇത് ഏകദേശം 81.6 ലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കാരണമായി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ച ദുരന്തമായിരുന്നു ഇത്. പാകിസ്ഥാൻ, നൈജീരിയ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ റെക്കോർഡ് അളവിലുള്ള വെള്ളപ്പൊക്കം കാണപ്പെട്ടു. ഇന്ത്യ ഈ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. കൂടാതെ ലാനീന പ്രതിഭാസം സൊമാലിയ, എത്യോപ്യ, കെനിയ എന്നിവിടങ്ങളിൽ ഏറ്റവും മോശം വരൾച്ചയുടെ ഒരു റെക്കോർഡ് തന്നെ ഉണ്ടാക്കി. 21 ലക്ഷം കുടിയിറക്കങ്ങൾക്ക് കാരണമായിരുന്നു ഈ സംഭവം. ഇനി പടിഞ്ഞാറൻ തീരത്ത് 2020-2023 ലാനീന സമയത്ത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം റെക്കോർഡ് ബ്രേക്കിംഗ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് അനുഭവിച്ചു. ലോറ, ഈറ്റ, അയോട്ട, ഐഡ, ഇയാൻ എന്നീ ചുഴലിക്കാറ്റുകൾ 100 കണക്കിന് മരണങ്ങൾക്കും നികത്താനാവാത്ത നഷ്ടങ്ങൾക്കും കാരണമായി.